നോൺ വെജ് ഒന്നുമില്ലെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ഒരു കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൻപയറും അതുപോലെ തന്നെ മത്തനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൻപയർ ഒരു 3/4 കപ്പ് വൻപയറാണ് എടുത്തിരിക്കുന്നത്. അത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിരിക്കുന്ന വൻപയറാണ്. അതുപോലെ തന്നെ മത്തൻ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മമ്പയറും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട്. ഇവ രണ്ടും നമുക്ക് കുക്കറിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് മത്തൻ്റെ കാഭാഗം മത്തൻ കഷ്ണമാണ് ഞാനിതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3/4 കപ്പ് വൻപയർ കുതിർത്തിയതും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളിയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കഷ്ണങ്ങൾക്ക് നേരെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിൽ വന്നിട്ട് ഒരു 3 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വൻപയറും അതുപോലെ തന്നെ മത്തനൊക്കെ വെന്തോളും. മത്തന് അധികം വേവില്ല, പക്ഷെ വൻപയറിന് വേവുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട്. അത് 1 കപ്പ് നാളികേരം ചെറുകിയത്, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 ചെറിയുള്ളി, അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇനി സ്വല്പം കറിവേപ്പില, ഒരു 5-6 ഇതൾ കറിവേപ്പില കൂടി ചേർത്തിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കുക്കർക്ക് വിസിൽ വന്ന് 3 വിസിൽ കഴിഞ്ഞിട്ട് ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്ത് നമ്മുടെ വൻപയറൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു കുക്കർ ഉണ്ടെങ്കിൽ നമുക്കിതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് തൂക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വറവൊന്ന് താളിച്ചിടാം. വറവ് താളിക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 8 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സ്വല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറവ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വൻപയറും മത്തനും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് കേട്ടോ ഈ കറി. ഞാനിതിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചമുളക് സ്കിപ്പ് ചെയ്തതാണ്. മത്തൻ കറിക്ക് എരിവ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് സ്കിപ്പ് ചെയ്തത്. മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് 2 പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.